ഹരിനന്ദനം ഒരു പ്രണയകഥ ഭാഗം 18. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. മുത്തശ്ശിക്ക് അന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. തൻ്റെ ഭർത്താവിനെയും മകളെയും മരുമകനെയും കൊന്നത് സുധാകരനാണെന്നോർക്കവേ അവർക്ക് ഭയവും ദേഷ്യവും തോന്നി. സുധാകരനും പിണങ്ങിപ്പോയ അളിയനെ വരുതിയിലാക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ആ രാത്രി. പിറ്റേന്ന് രാവിലെ തന്നെ സുധാകരൻ അളിയനെയും പെങ്ങളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഹരിയെയും രാധയും വിളിപ്പിച്ചു. എല്ലാവരും മുത്തശ്ശിയുടെ മുന്നിലെത്തി. അമ്മേ, നമ്മുടെ നന്ദുവിനെ രാകേഷിന് കൊടുക്കാമോ? ഇവൾക്കും 10-22 വയസ്സായില്ലേ? ഇനിയും വീട്ടിൽ നിർത്തി സ്വാതിയെപ്പോലെ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ഇനിയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാൻ എനിക്ക് വയ്യ. അവന് അങ്ങ് അമേരിക്കയിൽ നല്ല ജോലിയുണ്ട്. പിന്നെ ഇവൾക്കിതിലും നല്ല ആലോചന എനിക്ക് കിട്ടില്ല. സുധാകരൻ അതിവിനയം മുഖത്ത് വരുത്തി മുത്തശ്ശിയോട് പറഞ്ഞു. സുധാകര, നീ ഇത് എന്നോട് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു വരുത്തിയാൽ പോരായിരുന്നോ? ഒന്നും തോന്നരുത്. ഈ ആലോചന അത് നടക്കില്ല. നിങ്ങൾക്കറിയാലോ, സ്വാതിക്ക് പറഞ്ഞു വച്ചിരുന്നതാ ഹരിയെ. അവൾ ഇങ്ങനൊരു തോന്നിയാസം കാണിച്ചതുകൊണ്ട് കൂടുതൽ നാണം കെട്ടത് ഹരിയ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഹരിയെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിപ്പിക്കണം. അവർ അകത്തുപോയി ഒരു പെട്ടിയും ബാഗും എടുത്ത് പുറത്തേക്ക് വന്നു. രാധ അതൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നന്ദുവിന് അവകാശപ്പെട്ടതാ. ഇനി ഇതെല്ലാം നീ സൂക്ഷിച്ചാൽ മതി. പിന്നെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ കല്യാണം നടത്തണം. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ കഴിയണമെന്ന്. ഇതൊക്കെ പറയുമ്പോഴും സുധാകരൻ്റെ കഴുകൻ കണ്ണുകളിൽ തന്നെയായിരുന്നു മുത്തശ്ശിയുടെ നോട്ടം. അതിനെന്താ അമ്മേ, അമ്മ അങ്ങോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, രാധ പറഞ്ഞു. സുധാകര, എത്ര ആയാലും സ്വാതി നിങ്ങളുടെ മകളാണ്. മകളെയും മരുമകനെയും ഒരുപാട് കാലം അകറ്റി നിർത്താൻ നിങ്ങൾക്കാകില്ല. ഈ വീട്ടിലേക്ക് എന്തായാലും അവരെ കയറ്റി താമസിപ്പിക്കാനാകില്ല. ഇത് നന്ദുവിന് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളും ഇവിടുന്ന് താമസം മാറണം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത്രയും കാലം അമ്മയുടെയും ഈ പെണ്ണിൻ്റെയും കാര്യങ്ങൾ നോക്കി ജീവിച്ചതിനുള്ള കൂലി കിട്ടിയില്ലേ നിങ്ങൾക്ക്? കല കണ്ണീരൊലിപ്പിക്കാൻ തുടങ്ങി. മോളെ കലേ, നീ ഞങ്ങളെ നോക്കിയ കഥയൊന്നും പറയണ്ട. ആ കണക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ നിനക്കും നിൻ്റെ ഭർത്താവിനും മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി നീ ഞങ്ങളെ നോക്കി കഷ്ടപ്പെടണ്ട. എത്രയും വേഗം താമസം മാറണം. ഹരി, നീ രാധയെ അങ്ങോട്ടാക്കിയിട്ട് വാ. എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കണം. പെട്ടെന്ന് വന്നേ. നന്ദു ട്യൂഷൻ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണുന്നത് രാധമ്മായിയുടെ വീട്ടിലിരിക്കുന്ന മുത്തശ്ശിയാണ്. ദൈവമേ, ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ. അമ്മായി, ഈ മുത്തശ്ശി എന്താ ഇവിടെ? എനിക്ക് എൻ്റെ മോൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ? അതിനിനി നിൻ്റെ അനുവാദം വാങ്ങണോ? മുത്തശ്ശി ദേഷ്യപ്പെട്ടു. വേണ്ടായേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് വേഗം കാപ്പി ഉണ്ടാക്കി വിളമ്പി വെച്ചു നന്ദു. ഇതേ സമയം മുത്തശ്ശിക്ക് പെട്ടെന്നുണ്ടായ സ്വഭാവമാറ്റം സുധാകരനെയും അളിയനെയും ചിന്തയിലാഴ്ത്തി. രാകേഷിൻ്റെയും നന്ദുവിൻ്റെയും വിവാഹത്തിന് തടസ്സം പറഞ്ഞത് മനസ്സിലാക്കാം. നിങ്ങളോട് വീട് മാറാൻ പറഞ്ഞതും പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ നനച്ചിരിക്കാത്ത നേരത്ത് അവർ തന്നെ രാധയുടെ വീട്ടിലേക്ക് മാറിയതും ആ പെട്ടിയും ബാഗും രാധയെ ഏൽപ്പിച്ചതും എന്തോ പന്തികേടുണ്ട്, രാകേഷിൻ്റെ അച്ഛൻ പറഞ്ഞു. ഇന്നലത്തെ അളിയൻ്റെ പെർഫോമൻസ് അങ്ങനെയല്ലായിരുന്നോ? സുധാകരൻ അളിയന് നേരെ ചീറി. നിങ്ങൾ അളിയനും കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് എന്തിനാ? കല അതിശയത്തോടെ ചോദിച്ചു. കലയ്ക്ക് മറുപടിയൊന്നും നൽകാതെ സുധാകരൻ കാറും എടുത്തു പോയി. പിന്നാലെ രാകേഷിൻ്റെ അച്ഛനും അമ്മയും തിരികെ പോയി. മുത്തശ്ശി അന്ന് ഹരിയോട് ഓഫീസിൽ വിളിച്ച് ലീവാക്കാൻ പറഞ്ഞു. കുടുംബക്ഷേത്രത്തിലെ ജോത്സ്യനെ ഹരിയെ കൊണ്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഹരിയുടെയും നന്ദുവിൻ്റെയും വിവാഹത്തിനായി ഏറ്റവും അടുത്ത മുഹൂർത്തം കുറിപ്പിച്ചു. വരുന്ന ഞായറാഴ്ച രാവിലെ 7:30-നും 7:45-നും ഇടയ്ക്കാണ് മുഹൂർത്തം. ഹീരയും ഭർത്താവിനെയും വിവരമറിയിച്ചു. ഹീര ആദ്യം എതിർത്തെങ്കിലും മുത്തശ്ശിയുടെ തീരുമാനമാണെന്നറിഞ്ഞ് നിശബ്ദത പാലിച്ചു. വിവാഹ വസ്ത്രവും താലിമാലയും വാങ്ങി വന്നതിന് ശേഷമാണ് മുത്തശ്ശി നന്ദുവിനോട് കാര്യം പറഞ്ഞത്. മോളെ നന്ദു, നിന്റെ സമ്മതമായിരുന്നു ആദ്യം ചോദിക്കേണ്ടത്. പക്ഷേ സാഹചര്യം അതിനനുവദിച്ചില്ല. മുത്തച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഹരിയുടെയും നിൻ്റെയും വിവാഹം. പക്ഷേ നിൻ്റെ അച്ഛൻ്റെ തിരോധാനത്തിനും അമ്മയുടെ മരണത്തിനും കാരണം നിൻ്റെ ജനനമാണെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ മുത്തച്ഛൻ്റെ മരണത്തോടെ നീ കാരണം ഹരിക്കും എന്തെങ്കിലും ദോഷമുണ്ടാകുമെന്ന് ഭയപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടും ഹരിയുടെ വിവാഹം സ്വാതിയുമായി ഉറപ്പിച്ചത്. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ കുട്ടിയുടെ ജാതകദോഷം കാരണമല്ല, മറിച്ച് ചിലരുടെയൊക്കെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് എൻ്റെ കുടുംബം തന്നെ തകർന്നതെന്ന്. മോള് മുത്തശ്ശിയുടെ ആഗ്രഹത്തിനെതിരെ പറയരുത്. ഞാൻ ഇനി ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല. നിന്നെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ ഹരിയും രാധയുമേ ഉള്ളൂ. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. കർക്കശക്കാരിയായ മുത്തശ്ശിയെ അനുസരിച്ച് മാത്രം ശീലമുള്ള നന്ദു സമ്മതമെന്നോണം തലകുലുക്കി. മുത്തശ്ശി ഹരിയെ അടുത്ത് വിളിച്ചു. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നീ ഇവളെയും അമ്മയും കൂട്ടി ദൂരെ എവിടെയെങ്കിലും ജോലി വാങ്ങിപ്പൊയ്ക്കോ. ഇത് ശാപം കിട്ടിയ ഭൂമിയാണ്. നിങ്ങൾക്ക് ചുറ്റും ദുഷ്ടന്മാരാണ്. ഈ വസ്തുക്കളൊക്കെ ആർക്കെങ്കിലും വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോണം.
എന്തു വന്നാലും ഇവിടേക്ക് തിരികെ വരരുത്. ഹീരേ, നിന്നോടും കൂടിയാ പറഞ്ഞത് കേട്ടോ. മുത്തശ്ശിയുടെ വാക്കുകൾ തമാശയായി കണ്ട് ഹീര ഉണ്ണിയും വിളിച്ച് ഉറങ്ങാനായി പോയി. പക്ഷേ മുത്തശ്ശിയുടെ കണ്ണുകളിലെ ഭയം തിരിച്ചറിഞ്ഞ ഹരിയും നന്ദുവും അവരോട് കൂടുതൽ ചേർന്നിരുന്നു. മോനെ ഹരി, രാത്രിയിലൊന്നും ആര് വിളിച്ചാലും പുറത്തിറങ്ങരുത്. എന്ത് ശബ്ദം കേട്ടാലും കേട്ട ഭാവം നടിക്കരുത്. വിളിക്കുന്നത് കലയോ സുധാകരനോ സ്വാതിയോ ആരോ ആകട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്താ മുത്തശ്ശി, എന്തു പറ്റി? മുത്തശ്ശിയെ ഞാൻ വന്ന ദിവസം തൊട്ട് ശ്രദ്ധിക്കുന്നതാ. മുത്തശ്ശിക്ക് എന്തോ ഒരു പേടി പോലെ ഹരി ആരാഞ്ഞു. മുത്തശ്ശി ഹരിയോട് സുധാകരനും അളിയനും സംസാരിച്ചത് കേട്ടതിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഹരിയും നന്ദവും നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണെന്ന് രാധ അവരോട് പറഞ്ഞു. മുത്തച്ഛൻ മരിച്ച ദിവസവും അതിൻ്റെ തലേ ദിവസവും നടന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? മുത്തശ്ശി അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുത്ത് പറയാൻ തുടരും. പിന്നെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് കഥ എഴുതുന്നതിൽ അല്പം ഗ്യാപ്പ് വന്നത് കേട്ടോ. ഇനി കഥ തുടർന്നെഴുതും. എൻ്റെ കഥ വായിച്ച് കഥ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കഥ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.